250 വാട്ട്സ് 24 വോൾട്ട് വരുന്ന ഒരു BLDC സബ്മേഴ്സിബിൾ പമ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. പലപ്പോഴും വെള്ളം അങ്ങനെ ഒഴുകി വീഴുമ്പോൾ നമുക്ക് അതിൻ്റെ ആ പ്രഷറും ഫോഴ്സും മനസ്സിലാകും. ഒരു SMBS വെച്ചാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ള ഒരു SMBS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് വരുന്ന 28 വോൾട്ട്. ഞാനിപ്പോൾ ഒരു ടെസ്റ്റിങ്ങിനായിട്ടായിരുന്നു കേട്ടോ. ഇതിൽ ടഫ്ലോണോ ഷെല്ലാക്കോ ഒന്നും വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു ടെസ്റ്റിംഗ് മാത്രമാണ്. ഓക്കെ, അത്യാവശ്യം ഒരു എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് എന്ന് അറിഞ്ഞാൽ മതി. ഇത് കമ്പാരിറ്റീവ് ലോഡ് ചെയ്ത് നോക്കുകയാണ്. 0.68 ആയി. നമ്മളൊരു മാക്സിമം ലോഡിലേക്ക് പോവാണ് ഇപ്പോൾ 1.3. പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ലോക്ക്ഡൗണിലാണെന്ന് എനിക്കറിയാം, കേരളത്തിലുള്ള എല്ലാവരും. ഞങ്ങളും ഇതേപോലെ തന്നെ ലോക്ക്ഡൗണിലാണ്. പലരും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പലർക്കും കിട്ടുന്നില്ല എന്നുള്ള പരാതി വരുന്നുണ്ട്, പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ ലോക്ക്ഡൗണിന് ശേഷമാണ് കാര്യങ്ങൾ നടക്കുമെന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ കാര്യങ്ങളിപ്പോൾ ഞാൻ ചെയ്യാൻ നോക്കിയാൽ പോലും എന്തെങ്കിലും പ്രൈസ് ലിസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണത് മാക്സിമം ഞാൻ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. എങ്കിലും ഈ ലോക്ക്ഡൗണിന് ശേഷമോ ലോക്ക്ഡൗൺ തീരാറാവുന്ന ഒരു സമയത്തോ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തേക്കുന്ന മെസ്സേജിനും കാര്യങ്ങൾക്കും കമൻറ്റിനൊക്കെ കഴിയുന്നതും പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു BLDC പമ്പ്, അതായത് ഡയറക്റ്റ് കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു പമ്പ്, അതായത് സോളാർ പാനലിൽ നിന്നും മറ്റും നമുക്ക് കണക്ട് ചെയ്യാവുന്ന ഒരു പമ്പ് നമ്മുടെ നോർമൽ കറണ്ടിൽ നിന്ന് ഒരു SMBS ഉപയോഗിച്ച് അത് DC കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യിക്കാൻ പോവാണ്. അതായത് നോർമൽ നമ്മുടെ AC to DC കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ആ DC പമ്പ് വർക്ക് ചെയ്യിക്കാൻ പോവാണ്. ഇതിന് എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമലി നമുക്കറിയാം ഒരു പമ്പ്, ഒരു സബ്മേഴ്സിബിൾ പമ്പ്, സാധാരണ ഒരു 1 HP പമ്പൊക്കെ ഒരു 5 ആമ്പിയർ 6 ആമ്പിയർ ഒക്കെ കറണ്ട് എടുക്കുമ്പോൾ നമ്മുടെ ഈ BLDC ടെക്നോളജി ഉള്ള പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ SMBS വെച്ച് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ആവറേജ് ഒരു 1 ആമ്പിയർ 2 ആമ്പിയർ 3 ആമ്പിയർ അതുവരെയൊക്കെയാണ് അതിൻ്റെ ആ മോഡൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കറണ്ട് കൺസ്യൂം ചെയ്യുക. അപ്പോൾ നമുക്കൊരു സ്പെഷ്യലി ഒരു ഇൻവെർട്ടർ ഉള്ള വീടുകളിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ സോളാർ പാനൽ തന്നെ മൊത്തമായി ചെയ്തിട്ട് അതിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കുന്ന വീടുകളിലൊക്കെ നമുക്ക് ഇങ്ങനെയൊരു സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടൊരു പമ്പ്, ഇതേപോലത്തെ പമ്പുകൾ വർക്ക് ചെയ്യിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സാധാരണ ഒരു പമ്പാണ്, സാധാരണ ഒരു AC കറണ്ടിൽ വർക്ക് ചെയ്യുന്ന പമ്പാണ് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നതെങ്കിൽ ഫസ്റ്റ് പ്രോബ്ലം അതിൻ്റെ കറണ്ട് കൺസപ്ഷൻ നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റാർട്ടിംഗ് കറണ്ടാണ്. നോർമൽ കറണ്ടിനേക്കാളും 3 ടൈംസ് വരെ സ്റ്റാർട്ടിംഗ് കറണ്ട് അധികമായിട്ട് വരാറുണ്ട്. അപ്പോൾ 4 ആമ്പിയർ നോർമൽ റൺ ചെയ്യുന്നൊരു പമ്പ് 3 ഇരട്ടി വരെ കറണ്ട് എടുത്തിട്ടായിരിക്കും അത് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇൻവെർട്ടർ ഓവർലോഡ് വരാറുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഇതിനൊരു ഇൻബിൽഡ് ഡ്രൈവാണുള്ളത്. പതിയെ ഡ്രൈവായി വരുന്നൊരു സിസ്റ്റമാണ് ഇതിനുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് കറണ്ടിൻ്റെ പ്രശ്നം, ഞാൻ പറഞ്ഞ പോലെ തന്നെ റണ്ണിങ് കറണ്ടും വളരെ ചെറുതായതുകൊണ്ട് അതേപോലെയാണ് വർക്ക് ചെയ്യാൻ പോവുക. ഇനിയിപ്പോൾ ഞാൻ ഇന്ന് എടുത്തേക്കുന്ന മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 250 വാട്ട്സ് 24 വോൾട്ട് വരുന്ന ഒരു BLDC സബ്മേഴ്സിബിൾ പമ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് 1 ഇഞ്ച് ഡെലിവറിയാണ്, 40 മീറ്ററോളം ഹെഡ് വരുന്നതാണ്. അപ്രോക്സിമേറ്റ് പ്രൈസ് ഒരു 20,000 രൂപയുടെ അടുത്ത് പ്രൈസ് വരും. നമ്മുടെ നോർമലി 2 പാനൽ വെച്ചിട്ടുള്ള മോഡലിന് ഇത്തിരി പ്രൈസ് കുറവായിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ ഒരു പാനൽ വെക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൈസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിന് വില കുറവായിരിക്കും ഫുൾ സിസ്റ്റമായിട്ട് ചെയ്യാൻ നേരത്ത്. അപ്പോൾ ഈ പമ്പ് ഞാനൊരു SMBS വെച്ചാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ള ഒരു SMBS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് വരുന്ന 28 വോൾട്ട് 21 ആമ്പിയർ വരെ ഔട്ട്പുട്ടുള്ള ഒരു SMBS ആണ് ഞാൻ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിതൊന്ന് കണക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് വരുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ കറണ്ട് കൺസപ്ഷൻ വരുന്നത്, എത്ര കറണ്ടിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, എത്രയായിരിക്കും റൺ ചെയ്യുക, അതൊക്കെ നമുക്ക് ഔട്ട്ലെറ്റുള്ള പമ്പിലേക്ക്, നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ഥിരം ഒരു ടെസ്റ്റിംഗ് പൈപ്പാണ്. ടെസ്റ്റിംഗ് പൈപ്പ് ഇതിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഒരു ടെസ്റ്റിങ്ങിനായിട്ടായിരുന്നു കേട്ടോ. ഇതിൽ ടഫ്ലോണോ ഷെല്ലാക്കോ ഒന്നും വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു ടെസ്റ്റിംഗ് മാത്രമാണ്. ഓക്കെ, അത്യാവശ്യം ഒരു എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് എന്ന് അറിഞ്ഞാൽ മതി. ഇത് കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ പെർഫോമൻസ് കുറവായിരിക്കും. കാരണം ഇതൊരു 2000 ലിറ്റർ 2500 ലിറ്ററൊക്കെ മാക്സിമം ഡിസ്ചാർജ് തരുന്ന പമ്പാണ്. ഇത് പല സ്ഥലത്ത് ഞാൻ പറഞ്ഞ പോലെയാണ്, പലരുടെ റിക്വയർമെൻറ്റ് പലതാണ്. ചിലർക്കത് ടാങ്ക് പയ്യെ നിറഞ്ഞാൽ മതി, അവർക്ക് ഫ്രീ കറണ്ടാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ടൈമിങ് പ്രശ്നമല്ല. അപ്പോൾ ചിലർ സാധാരണ ഹാഫ് HP പമ്പൊക്കെ ആഴമുള്ള കിണറുകളിലൊക്കെ കെട്ടിയിറക്കി ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് സമയം എടുക്കും ടാങ്ക് നിറയാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമുക്ക് ഇത് വേണമെങ്കിൽ പ്രിഫർ ചെയ്യാം. ഇത് ഏറ്റവും മാക്സിമം കറണ്ട് കൺസപ്ഷൻ കുറവുള്ളതായിരിക്കും. ഇനി കുറച്ചുകൂടെ ഡിസ്ചാർജ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1.5 ഇഞ്ചൊക്കെ ഡെലിവറി സൈസുള്ള, കുറച്ചുകൂടെ ഒരു 5000 ലിറ്ററൊക്കെ ഡിസ്ചാർജ് ഉള്ള നമ്മുടെ സാധാരണ ഒരു നോർമൽ 1 HP സബ്മേഴ്സിബിൾ പമ്പിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള പമ്പുകളും വരുന്നുണ്ട്. അത് നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ മോഡൽ. അത് നമുക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ പലർക്കും പല ആവശ്യങ്ങളും പല പർപ്പസും ആയിരിക്കും. അത് നിങ്ങളുടെ ഒരു യുക്തിക്കനുസരിച്ച് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ SMBSന് കണക്ഷൻ കൊടുക്കാൻ പോവാണ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് കൊടുക്കേണ്ട പോയിൻറ്റുകൾ, പോസിറ്റീവ് കൊടുക്കേണ്ട, അത് ഔട്ട്പുട്ടിൻ്റെ ഇൻപുട്ട് കൊടുക്കേണ്ട ന്യൂട്രലും ലൈനും അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ മോട്ടറിൽ നിന്ന് വന്നിരിക്കുന്ന പോസിറ്റീവ് നെഗറ്റീവ് നോക്കി കണക്ട് ചെയ്യുക. നമ്മുടെ ലൈനിൽ നിന്ന് വരുന്ന ഫേസ് ന്യൂട്രലും നോക്കി കണക്ട് ചെയ്യുക. അത്രയും
കണക്ഷൻസൊക്കെ കൊടുത്തു. ഇത് മോട്ടറിൽ നിന്ന് വന്നേക്കുന്ന പോസിറ്റീവും പോസിറ്റീവിലും നെഗറ്റീവ് ടെർമിനലിലും കൊടുത്തു. പിന്നെ ഇത് നമ്മുടെ ലൈൻ വന്നേക്കുന്നത് ന്യൂട്രലും നമ്മുടെ ഫേസ് അതും കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു ക്ലാമ്പോൺ മീറ്ററോടെ അങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് എത്രയാണ് അതിൻ്റെ കൺസപ്ഷൻ വരുന്നതെന്ന് ചെക്ക് ചെയ്യും. സാധാരണ സെൻട്രിഫ്യൂഗൽ പമ്പുകൾ നമ്മളതിൻ്റെ വാൽവ് ക്ലോസ് ചെയ്യുകയൊക്കെ ചെയ്യാൻ നേരത്ത് അതിന് നോർമലി കറണ്ട് കൺസപ്ഷൻ കുറവാണ് വരുന്നത്. ഇതൊരു സ്ക്രൂ ടൈപ്പ് പമ്പാണ്. ഇത് നമ്മൾ പമ്പ് ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ കറണ്ട് കൺസപ്ഷൻ കൂടുതലായിരിക്കും വരിക. ഞാൻ ആദ്യം പറഞ്ഞാൽ ഇത് 40 മീറ്റർ വരെ തള്ളാൻ കപ്പാസിറ്റി ഉള്ള പമ്പാണ്. അതായത് 4 kg വരെ ലൈൻ പ്രഷർ ലോഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പമ്പ്. നമ്മളിപ്പോൾ അത് ഫുൾ ലോഡ് ചെയ്ത് നോക്കുകയാണ്. അതിൻ്റെ പ്രഷർ കാണാം. ആവറേജ് 2500 ലിറ്റർ ഡിസ്ചാർജൊക്കെ നോർമലി നമുക്കിപ്പോൾ ഇതിൽ നിന്ന് നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. നമുക്കത് കാഴ്ചയ്ക്ക് വളരെ കുറവാണ്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ലൈനൊന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം കൺസപ്ഷൻ എത്ര വരെ പോകുന്നുണ്ട് നമ്മുടെ മീറ്റർ. ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ 0.56 ആംപിയർ ഞാൻ പയ്യെ വാൽവ് ക്ലോസ് ചെയ്യുകയാണ്. ലൈൻ ലോഡ് ചെയ്ത് നോക്കുകയാണ്. 0.68 ആയി നമ്മളൊരു മാക്സിമം ലോഡിലേക്ക് പോവുകയാണെങ്കിൽ 1.32 ആംപിയർ വരെ കൺസ്യൂം ചെയ്യും. ഇതാണ് ആ മോഡലിൻ്റെ മാക്സിമം ഹെഡിൽ അത് കൺസ്യൂം ചെയ്യാൻ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസ്ചാർജ് ഒന്ന് കൺസ്യൂം ചെയ്യും. ഇതായിരിക്കും നമ്മുടെ മാക്സിമം ലോഡിലുള്ള ഡിസ്ചാർജ്. ഇപ്പോൾ മാക്സിമം പ്രഷർ ഇത്രയാണ് നമുക്ക് ഹെഡ് കൊടുക്കാൻ പറ്റും. ഒരു 1.5 ആംപിയറിലൊക്കെ ഈസി ആയിട്ട് മാക്സിമം ഹെഡിൽ, അതായത് 45 മീറ്റർ വരെ ഹെഡിൽ ഈസി ആയിട്ട് നമുക്കൊരു 1.5 ആംപിയറിൽ ഈ മോട്ടറിനെ പ്രവർത്തിക്കാൻ പറ്റും. പലപ്പോഴും വെള്ളം അങ്ങനെ ഒഴുകി വീഴുമ്പോൾ നമുക്ക് അതിൻ്റെ ആ പ്രഷറും ഫോഴ്സും മനസ്സിലാകാറുണ്ട്. അകത്തേക്ക് ആ ജെറ്റിങ് കണ്ടാലാണ് അതിൻ്റെ ഒരു പെർഫോമൻസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇത്രയും ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, നമ്മുടെ നോർമൽ പമ്പുകളൊക്കെ കൺസപ്ഷൻ കുറവാണ് BLDC പമ്പുകൾ. നമ്മൾ ഇതേപോലെ കൺവേർട്ട് ചെയ്ത് SMBS ഉപയോഗിച്ച് യൂസ് ചെയ്യാൻ നേരത്ത് മെയിൻലി ഞാൻ പറഞ്ഞുള്ള നിങ്ങൾ ഡിസ്ചാർജ് നോക്കിയിട്ടാണ് ഒരു പമ്പ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിൻ്റെ കുറച്ചുകൂടെ ഹയർ മോഡൽ, കുറച്ചുകൂടെ നിങ്ങളുടെ ഇൻവെർട്ടറിന് കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ 3 ആംപിയർ, ഒരു 2.7, 3 ആംപിയറൊക്കെ താങ്ങാൻ കഴിവുള്ള ഇൻവെർട്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് പ്രശ്നമല്ല. മെയിൻ തിങ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് കറണ്ട് വളരെ കുറവാണ്. പതിയെ ഡ്രൈവായി വരുന്നതുകൊണ്ട് സ്റ്റാർട്ടിങ് കറണ്ട് വളരെ കുറവായതുകൊണ്ട് ഇൻവെർട്ടർ ഓവർലോഡ് ആവാൻ അങ്ങനെയുള്ള ചാൻസസ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾക്കൊരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.